കുട്ടികൾ ഏത് സമയത്ത് പഠിച്ചാലാണ് അവർക്ക് നന്നായി അത് തലയിൽ കയറുക എന്ന് ഒന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോ ഇവിടെ. പല രക്ഷിതാക്കൾക്കും ഒരു ചിന്തയുണ്ട്, അതിരാവിലെ എണീറ്റ് പഠിച്ചാൽ മാത്രമേ പഠിച്ചത് ശരിക്കും മനസ്സിലാവുകയുള്ളൂ എന്ന്. ഈ ധാരണ ശരിയല്ല. എൻ്റെ പേര് മുഷ്താഖ് അലി, ഞാൻ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. ചില കുട്ടികൾക്ക് അതിരാവിലെ എണീറ്റ് പഠിക്കാൻ കഴിയുന്നവരാണ്. എന്നാൽ ചിലർക്ക് രാത്രി വൈകി വരെ പഠിച്ച് ഒരു പക്ഷേ അവർ രാവിലെ വൈകി എണീക്കുന്നവരാണ്. എന്നാൽ വൈകി എണീക്കുന്നവർ എണീറ്റ് വരുന്നതോടുകൂടി ഒരുപാട് ശകാരങ്ങൾ കേൾക്കലും പതിവാണ്. കാരണം നമുക്കൊരു തെറ്റായ ധാരണയുണ്ട് അതിരാവിലെ എണീറ്റ് പഠിക്കണമെന്നുള്ളത്. അങ്ങനെ അതിരാവിലെ എണീറ്റ് പഠിച്ചാൽ മാത്രമേ നന്നാവൂ എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. അതിന് ഒരു ശാസ്ത്രീയ അടിത്തറയുമില്ല. പക്ഷേ എന്താണ് ഇതിന് കാരണം ഓരോരുത്തരുടെയും ജീവശാസ്ത്രപരമായും ജനിതകപരമായ കാരണങ്ങൾ തന്നെയാണ്. ജീവശാസ്ത്രപരമായും ജനിതകപരമായുമുള്ള കാരണങ്ങൾ കൊണ്ട് ഓരോരുത്തരുടെ ക്രോണോടൈപ്പ് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. എന്താണ് ക്രോണോടൈപ്പ്? ക്രോണോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും ഒരു ദിവസം ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ എപ്പോഴൊക്കെയാണ് മികവുള്ളത്, എപ്പോഴൊക്കെയാണ് കൂടുതൽ താല്പര്യത്തോടെ ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഓരോരുത്തരുടെ ക്രോണോടൈപ്പ്. ഒരു ഉദാഹരണത്തിന്, ചിലർക്ക് അതിരാവിലെ എണീറ്റ് പഠിക്കാനോ ജോലി ചെയ്യാനോ ആയിരിക്കും കൂടുതൽ താല്പര്യം. എന്നാൽ ചിലർക്ക് അതിരാവിലെ എണീറ്റ് പഠിക്കാൻ കഴിയില്ല, ജോലി ചെയ്യാൻ കഴിയില്ല. അവർക്ക് ആ സമയത്ത് ഒരു മന്ദഗതിയായിരിക്കും ഉണ്ടാകുക. ഈ ക്രോണോടൈപ്പുകളെ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി സാധാരണയായി 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് മോർണിംഗ് ടൈപ്പ് അഥവാ ലാർക്ക് എന്നാൽ വാനമ്പാടി. രാവിലെ പക്ഷികൾ ഉണരുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്. ഈ മോർണിംഗ് ടൈപ്പുകാർക്ക് അഥവാ ലാർക്കുകാർക്ക് അവരുടെ ബ്രെയിൻ വളരെ മികവോടെ പ്രവർത്തിക്കുന്നത് രാവിലെ മണിക്കൂറുകളിലാണ്, പകൽ സമയങ്ങളിലാണ്. അങ്ങനെ വൈകുന്നേരമാകുമ്പോഴേക്ക് അവരുടെ പ്രവർത്തന മികവ് താഴുന്നു, അവർ ഡൗൺ ആകുന്നു, അവർ നേരത്തെ കിടന്നുറങ്ങുന്നു. അത്തരക്കാർക്ക് രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നതാണ് ഉത്തമം. എന്നാൽ നേരെ വിപരീതക്കാർക്ക്, അതായത് രാത്രി വൈകി ഇരുന്ന് ജോലി ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുന്നവരെ വിളിക്കുന്ന പേരാണ് ഔൾ അഥവാ ഈവനിങ് ടൈപ്പുകാർ. ഈ ഈവനിങ് ടൈപ്പുകാർക്ക് രാവിലെ ഒന്നും വലുതായി ചെയ്യാൻ കഴിയില്ല, അവർക്കൊരു മന്ദഗതി ഉണ്ടാവും. അവർ കൂടുതൽ ഉഷാറാകുന്നത് പകൽ സമയത്ത്, ഉച്ചതിരിഞ്ഞ്, അതേപോലെ വൈകുന്നേരങ്ങളിലൊക്കെയാണ്. ഇത്തരക്കാർക്ക് രാത്രി വളരെ വൈകുവോളം പഠിക്കാൻ കഴിയും. പക്ഷെ അവർക്ക് രാവിലെ എഴുന്നേൽക്ക് പ്രയാസമായിരിക്കും. എന്നാൽ മൂന്നാമതൊരു കൂട്ടരുണ്ട്, ഇവരെ വിളിക്കുന്ന പേരാണ് ഇൻ്റർമീഡിയറ്റ്. ഇവരിൽ അതിരാവിലെ എഴുന്നേൽക്കില്ല, എന്നാൽ രാത്രി വളരെയേറെ ഇരിക്കുകയുമില്ല. ഇതിനിടയിലാണ് ഇവർക്ക് മികവോടെ പ്രവർത്തിക്കാനോ പഠിക്കാനോ കഴിയുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ തന്നെ 2 or 3 മക്കളുണ്ടെങ്കിൽ ഇതിൽ മോർണിംഗ് ടൈപ്പുകാരുണ്ടാവും, ഈവനിങ് ടൈപ്പുകാരുണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്നത് അവരുടെ ജനിതകപരമായ ജീവശാസ്ത്രപരമായ കാരണങ്ങൾ കൊണ്ടാണ്. നമ്മുടെ ഉള്ളിൽ ഒരു ജൈവ ഘടികാരമുണ്ട്, ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. ഇതിനെയാണ് സർക്കേഡിയൻ റിതം എന്ന് വിളിക്കുന്നത്. ഈ സർക്കേഡിയൻ റിതമാണ് ഓരോരുത്തർ ഏത് ക്രോണോടൈപ്പാണ് എന്ന് നിർണ്ണയിക്കുന്നത്. അതിനവരെ കുറ്റപ്പെടുത്തിക്കൂടാ. അതുകൊണ്ട് ഇനിയെങ്കിലും പുലർച്ചെ എണീറ്റ് പഠിച്ചാൽ മാത്രമേ നന്നാവൂ എന്ന് പറഞ്ഞ് ഈ ഈവനിങ് ടൈപ്പുകാരുടെ പുറകെ ചൂരലുമെടുത്ത് രാവിലെ അവരെ തല്ലി എഴുന്നേൽപ്പിക്കേണ്ട കാര്യമില്ല. നിന്റെ ജ്യേഷ്ഠൻ കണ്ടൂടെ, അല്ലെങ്കിൽ നിന്റെ ചേച്ചി കണ്ടൂടെ, അവൾ രാവിലെ എഴുന്നേറ്റല്ലേ പഠിക്കുന്നത്, നിനക്കെന്താ അങ്ങനെ പഠിച്ചാൽ എന്ന് ചോദിക്കേണ്ട. അവരുടെ ക്രോണോടൈപ്പ് തിരിച്ചറിയുക. ഏത് ക്രോണോടൈപ്പിൽ പെടുന്നവരാണോ ആ സമയങ്ങളിൽ അവരെ പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. ചില ഹോസ്റ്റലുകളിലൊക്കെ എൻ്റെ മുന്നിൽ കൗൺസിലിങ്ങിന് വരുന്ന കുട്ടികൾ പറയാറുണ്ട്, ചില ഹോസ്റ്റലുകളിലൊക്കെ രാത്രി കൃത്യം 10 മണിക്ക് ലൈറ്റ് അണയ്ക്കും. പിന്നെ ലൈറ്റ് ഇടുന്നത് രാവിലെ 5 മണിക്കായിരിക്കും. അപ്പോൾ ഈ ഈവനിങ് ടൈപ്പ് അഥവാ ഔൾ എന്ന് വിളിക്കപ്പെടുന്നവർക്ക് ഇത് ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് രാത്രിയിൽ ഇരുന്ന് പഠിക്കാനേ കഴിയൂ, രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ കഴിയില്ല. ഇതിങ്ങനെ കഴിയാത്തവരെ രാവിലെ തല്ലി എഴുന്നേൽപ്പിച്ച് പഠിച്ചാൽ അവർക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾക്കുണ്ടാകുന്ന പേരാണ് സോഷ്യൽ ജെറ്റ് ലാഗ്. അതവർക്ക് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കും. പല കുട്ടികളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, മങ്ങിയ വെളിച്ചത്തിലോ
വരാന്തയിലെ വെളിച്ചത്തിലോ അധികൃതർ കാണാതെ രാത്രി വന്ന് ഞങ്ങൾ പഠിക്കാറുണ്ട് എന്നൊക്കെ. ഇതൊക്കെ അവരോട് ചെയ്യുന്ന അനീതിയാണ്. അവരുടെ ക്രോണോ ടൈപ്പ് തിരിച്ചറിയാൻ കഴിയാതിരിക്കലാണ്. അങ്ങനെ ഏത് സമയത്ത് കിടന്നാലും നമുക്ക് ഒരു ദിവസം മിനിമം ഒരു 8 മണിക്കൂർ വരെ ഉറക്കം കിട്ടണം. ഇതിൻ്റെ ഒരു സ്ലീപ്പ് ഹൈജീൻ ഉണ്ടാവണം. സ്ലീപ്പ് ഹൈജീൻ എന്നാൽ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് സ്ലീപ്പ്. അതായത് നമ്മുടെ ഉറക്കം സ്ഥിരമായ സമയത്തായിരിക്കണം. നൈറ്റ് ടൈപ്പുകാരാണെങ്കിൽ അവർ വൈകി കിടന്ന് അവർ ആ സമയം ഉറങ്ങണം. പക്ഷേ ഒരു 10 മണിക്കൂറിനപ്പുറമൊക്കെ ഉറങ്ങുന്നത്, രാവിലെ 8നും 9നും ഒക്കെ എണീറ്റും അപ്പുറമൊക്കെ ഉറങ്ങുന്നത് ശാരീരികമായി നല്ലതല്ല. അത് പല ക്രോണിക് ഡിസീസുകളിലേക്കും വഴിവെക്കുമെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, രാത്രി വൈകിയുള്ള മൊബൈൽ ഉപയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. രാത്രി ബെഡിൽ കിടന്ന് കിടക്കാൻ സമയത്ത് മൊബൈൽ നോക്കിയാൽ മൊബൈൽ സ്ക്രീനിൽ നിന്നും പുറപ്പെടുന്ന നീല വെളിച്ചം ഉറക്കത്തെ ഉദ്ദീപിപ്പിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്തുകയും പിന്നീട് കുറേ സമയം ഉറക്കം വരാതെയും ഉറങ്ങിയാൽ തന്നെ അത് ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാതെയും ഇരിക്കും എന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കാരണം ചുറ്റുപാടുമുള്ള ഇരുട്ടാണ് യഥാർത്ഥത്തിൽ ഈ മെലാറ്റോണിനെ ഉൽപ്പാദിപ്പിക്കുന്നതും അത് നമ്മൾ ഉറക്കത്തിലേക്ക് നയിക്കുന്നതും. അപ്പോൾ ചുറ്റുപാടും ഇരുട്ടാണെങ്കിലും കണ്ണിലേക്ക് നീല വെളിച്ചമടിച്ചാൽ നമ്മുടെ ഉറക്കത്തെ ഉദ്ദീപിപ്പിക്കുന്ന ഹോർമോൺ പ്രവർത്തനം ഇല്ലാതാകും, ഉറക്കം തടസ്സപ്പെടും. പ്രത്യേകം ശ്രദ്ധിക്കുക, പല കുട്ടികളും പരീക്ഷ തലേന്ന് ഉറക്കമിളച്ച് 2-3 മണിക്കൂർ മാത്രം ഉറങ്ങി പരീക്ഷയ്ക്ക് പോകുന്ന ഇത് കേട്ടിട്ടുണ്ട്. അത് തികച്ചും തെറ്റാണ്. കാരണം നിങ്ങൾ എത്ര പഠിച്ചിട്ടില്ലെങ്കിലും പഠിക്കാൻ ബാക്കിയുണ്ടെങ്കിലും പരീക്ഷ തലേന്ന് നിങ്ങൾ മിനിമം 7 മണിക്കൂറെങ്കിലും തീർച്ചയായും ഉറങ്ങിയിരിക്കണം. അല്ലെങ്കിൽ പഠിച്ചതൊന്നും നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് റിട്രീവ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം നിങ്ങളുടെ ശരീരം ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ബ്രെയിൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കില്ല. അതുകൊണ്ട് ഇനിയുമേറെ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് പരീക്ഷ തലേന്ന് ഉറക്കമിളച്ചാൽ പഠിച്ചതൊന്നും മനസ്സിലേക്ക് പൊന്തി വരികയുമില്ല, പേപ്പറിലേക്ക് പകർത്താനും കഴിയുകയില്ല എന്നുകൂടി ഓർക്കുക. അവസാനമായി ഒരിക്കൽ കൂടി മാതാപിതാക്കളോടാണ് നിങ്ങളുടെ കുട്ടികളുടെ ക്രോണോ ടൈപ്പ് തിരിച്ചറിയുക. അങ്ങനെ അവരുടേതല്ലാത്ത ക്രോണോ ടൈപ്പിൽ അവരോട് ജോലി ചെയ്യാനോ പഠിക്കാനോ ആവശ്യപ്പെടുന്നത് തികച്ചും അശാസ്ത്രീയമാണ്. ഓക്കെ, താങ്ക് യു.